തന്റെ ഫൈറ്ററായി ഇന്റർനാഷണൽ ഫൈറ്റിംഗ് അറീനയിൽ ബോൺസ് പങ്കെടുക്കണമെന്ന് ജെയിംസ് ആവശ്യപ്പെട്ടു. വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ ഫൈറ്റേഴ്സ് ആണ് ഈ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് അറീനയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ആയുധ കച്ചവടക്കാരനായ ഫ്രാങ്ക്ലിൻ മക്കയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മക്കയുടെ ഇന്റർനാഷണൽ അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് ചാമ്പ്യനായ പ്രിറ്റി ബോയ് പ്രൈസിനെതിരെ ബോണിനെ മത്സരിപ്പിക്കാനാണ് ജെയിംസ് പദ്ധതിയിട്ടത്. ജെയിംസ് ഈ കാര്യങ്ങൾ ബോൺസിന് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ താൻ ആലോചിച്ചിട്ട് മറുപടി നൽകാമെന്ന് ബോൺസ് പറഞ്ഞു. അതിനുശേഷം ഏഞ്ചലയോട് ബോണിനെ വശീകരിച്ച് ഫൈറ്റിന് വേണ്ടി സമ്മതിപ്പിക്കാൻ ജെയിംസ് നിർബന്ധിക്കുന്നു. അങ്ങനെ ഏഞ്ചലയും ബോൺസും ഒരു മുറിയിൽ തനിച്ചായി. ബോൺസിനെ വശീകരിക്കുക എന്നതായിരുന്നു ഏഞ്ചലയുടെ ലക്ഷ്യം. എന്നാൽ ഏഞ്ചലയെ ഒന്ന് തനിച്ചു കിട്ടാനാണ് താൻ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന് ബോൺസ് പറയുന്നു. ജയിലിൽ കഴിയുന്ന സമയത്ത് എന്റെ ഉറ്റ സുഹൃത്തായിരുന്നു നിങ്ങളുടെ ഭർത്താവ് ഡാനി. ഡാനിക്ക് സംഭവിച്ചതൊക്കെ എനിക്കറിയാം. ജെയിംസിന്റെ ഓർഡറിനാൽ ജെസി എന്നു പേരുള്ള ഒരു കുറ്റവാളി ഡാനിയെ വകവരുത്തി. മരണക്കിടക്കയിൽ ഡാനി എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങളെ സുരക്ഷിതമായി നോക്കണമെന്നായിരുന്നു. ഡാനിയുടെ മരണത്തോടെ ഞാനത് ഉറപ്പിച്ചിരുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഏഞ്ചല പറയാൻ തുടങ്ങി. ഡാനി ജയിലിൽ പോയതിനു ശേഷം താൻ ഒരു കുട്ടിക്ക് ജന്മം നൽകി. എന്നാൽ ആ കുട്ടി ഇപ്പോൾ എവിടാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ തനിക്കറിയില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തനിക്കറിയില്ല. ബോൺസ് പറഞ്ഞു, നിങ്ങളുടെ മകൻ സുരക്ഷിതനായി തന്നെയുണ്ട്. എന്നാൽ മകനെ കാണണമെങ്കിൽ മയക്കുമരുന്നിൽ നിന്ന് പുറത്തു വരണമെന്ന് ബോൺസ് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ശ്രമിക്കണം. അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. അത് കേട്ടതോടെ ഏഞ്ചല ഉന്മേഷവതിയായി. ഏഞ്ചലയ്ക്കൊപ്പം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജെയിംസിന്റെ മുന്നിലേക്ക് എത്തുകയാണ് ബോൺ. ജെയിംസിന്റെ ഓഫർ താൻ സ്വീകരിക്കാം എന്ന് ബോൺ പറഞ്ഞു. എന്നാൽ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഏഞ്ചലയെ താൻ കൂടെ കൊണ്ടുപോകും എന്നായിരുന്നു അത്. ജെയിംസ് അതിന് സമ്മതിച്ചു. ഏഞ്ചലയുമായി ബോൺ പോയത് ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണ്. വേണ്ട സൗകര്യങ്ങൾ ബോൺ അവിടെ ഏഞ്ചലയ്ക്കായി ഒരുക്കി കൊടുത്തു. എന്നാൽ മറുവശത്ത് ജെയിംസ് ഫ്രാങ്ക്ലിൻ മക്കയെ കാണാൻ പോയി. ഫൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുറപ്പിച്ച ശേഷം ബെറ്റിംഗ് എമൗണ്ട് ആയ $5 മില്യൺ വെക്കാൻ ഒരുങ്ങുകയാണ് ജെയിംസ്. അന്ന് രാത്രിയിലാണ് മറ്റൊരു സംഭവം ബോൺസ് അറിയുന്നത്. തന്റെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന്റെ മുമ്പിൽ വെച്ച് റോബർട്ടോ കൊല്ലപ്പെട്ടു. റോബർട്ടോയെ വകവരുത്തിയത് ജെയിംസിന്റെ ആളുകളാണ് എന്ന് ബോൺസ് മനസ്സിലാക്കിയിരുന്നു. റോബർട്ടോ അവരുടെ ഒരു കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷിയായിരുന്നല്ലോ. അതുകൊണ്ട് അവർ റോബർട്ടോയെ വകവരുത്തിയതായിരുന്നു. റോബർട്ടോയുടെ മരണവാർത്ത അറിഞ്ഞ ടമാരയ്ക്ക് അത് സഹിക്കാനായില്ല. വിഷമത്തിലായ ടമാരയെ ബോൺസ് ആശ്വസിപ്പിക്കുന്നു. റോബർട്ടോയുടെ മരണത്തിന് പിന്നിൽ ജെയിംസ് ആണെന്നറിഞ്ഞതോടെ ഫൈറ്റിൽ നിന്ന് പിന്മാറാൻ ബോൺസ് തീരുമാനിക്കുന്നു. അത് ജെയിംസിന് ദേഷ്യമുണ്ടാക്കി. പിൻബോളിനെയും ജെയിംസിനെയും വകവരുത്താൻ തന്റെ ആളുകളെ ജെയിംസ് പറഞ്ഞയച്ചു. ജെയിംസിന്റെ കൂട്ടാളി ഹാമർമാൻ അടക്കം പിൻബോളിനടുത്തെത്തി താൻ അപമാനിക്കപ്പെട്ടതിന് പ്രതികാരം ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഹാമർമാൻ എത്തിയത്. ഹാമർമാൻ പിൻബോളിനെ വളരെയധികം മർദ്ദിച്ചു. ഭാഗ്യവശാൽ പിൻബോളിനെ രക്ഷിക്കാൻ അവിടേക്ക് ബോൺസ് എത്തി. അവിടെ ഒരു മികച്ച ഫൈറ്റ് തന്നെ അരങ്ങേറി. പിൻബോളിനെ ബോൺസ് രക്ഷപ്പെടുത്തി. ഇതേ സമയം ഏഞ്ചലയെ പിടിച്ചോണ്ടുവരാൻ തന്റെ ആളുകളെ ജെയിംസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അയച്ചിരുന്നു. എന്നാൽ ഏഞ്ചലയെ തിരയുന്ന അവർക്ക് മുന്നിലെത്തിയത് ബോൺസ് ആയിരുന്നു. അവിടെ വീണ്ടും ഒരു ഫൈറ്റ് അരങ്ങേറി. ജെയിംസിന്റെ ആളുകളെ ബോൺസ് നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി.